ഹലോ ഹായ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈസി ആയിട്ടുള്ളൊരു കാർഡ്ബോർഡിൻ്റെ ക്രാഫ്റ്റാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. അതിന് മുമ്പ് നമുക്കൊരു പാറ്റേൺ റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് സാധാരണ ഒരു മാഗസിൻ്റെ പേപ്പറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ മാഗസിൻ്റെ പേപ്പർ രണ്ടെണ്ണം കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തതാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് പാറ്റേൺ വരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഹാർട്ട് ഷേപ്പാണ് വരച്ചെടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം കേട്ടോ. സ്ക്വയറോ റെക്റ്റാങ്കിളോ എന്ത് ഷേപ്പ് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ അത് ഓരോരുത്തരുടെ അഭിപ്രായം പോലെ ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഹാർട്ട് ഷേപ്പാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം കത്രി ഉപയോഗിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റ് സെൻറ്ററായിട്ട് വരച്ചത് കൊണ്ട് തന്നെ ഈക്വൽ പാർട്ടായിട്ടായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഈ പാറ്റേൺ വെച്ചിട്ടാണ് ഞാൻ കാർഡ്ബോർഡിൽ വരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കാർഡ്ബോർഡിൽ 4 പ്രാവശ്യം വരച്ചെടുക്കേണ്ടി വരും. 4 പീസാണ് എടുക്കുന്നത് കേട്ടോ. അതിൻ്റെ കാർഡ്ബോർഡ് ഭയങ്കര തിക്നെസ് കുറവുള്ള കാർഡ്ബോർഡാണ്. അതുകൊണ്ട് തന്നെ ഞാൻ 4 പീസ് എടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ കാർഡ്ബോർഡ് എന്ന് പറയുന്നത് നല്ല കട്ടിയുള്ള കാർഡ്ബോർഡ് ആണെങ്കിൽ 2 പീസ് വരച്ചെടുത്താൽ മതി. അപ്പം ഞാൻ ഇതേപോലെ 4 എണ്ണം വരച്ചു. അതേപോലെ തന്നെ കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ ഉണ്ടാവുക. കണ്ടോ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഭയങ്കര നൈസാണെന്ന് വെച്ചാൽ ഭയങ്കര നൈസാണ്, കുഞ്ഞതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത് 4 പീസാക്കിയത് കേട്ടോ. അപ്പോൾ രണ്ടെണ്ണം വെച്ച് ഇനി സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടാണ് 2 വെച്ച് സ്റ്റിക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ ഗ്ലൂ ഉപയോഗിച്ചാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണോ ഏതെങ്കിലും ഉപയോഗിച്ച് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ 2 വെച്ചിട്ട് അങ്ങനെ 4 ഇപ്പോൾ മാറി 2 മാറും. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിലിങ്ങനെ കൂടൊക്കെ ഇങ്ങനെ വരച്ചിരിക്കുന്നത് അല്ലേ, ലൈൻസ് വരച്ചിരിക്കുന്നത് കാണുമ്പോൾ അപ്പോൾ അതെന്തിനാണെന്ന് വിചാരിക്കും. ഇപ്പോൾ 2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വെച്ചിട്ടാണ് ഞാൻ വരച്ചു കൊടുത്തിരിക്കുന്നത്. ആ ലൈൻ വരച്ചിരിക്കുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റാനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വുഡനിലൊക്കെ ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ എങ്ങനെ ഇഫക്റ്റ് ഉണ്ടാവും ആ രീതിക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാനത് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇതേപോലെ ഒന്ന് നമുക്ക് ആ ഭാഗം മാത്രം ഒന്ന് കത്തിയോ അല്ലെങ്കിൽ കത്രിയോ ഉപയോഗിച്ചോ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുത്തത് പാർട്ടാണ് ഈ കാണാൻ പറ്റുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഭാഗം അങ്ങനെ തന്നെ വെച്ചിരുന്നത്. അപ്പോൾ ആ വരയിട്ട ഭാഗങ്ങൾ മാത്രം നമുക്കൊന്ന് എടുത്തു മാറ്റാം. അത് നമുക്ക് ആവശ്യമില്ല. അല്ലാത്ത പാർട്ടുകൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സാധാരണ ഫെവിക്കോളോ അല്ലെങ്കിൽ ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കണം. സാധാരണ നോർമലായിട്ട് സ്റ്റിക്ക് ചെയ്തെടുത്താൽ മതി. കറക്റ്റായിട്ടുള്ള ഷേപ്പിലായിരിക്കണം സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതവിടെ ഫെവിക്കോൾ ഉപയോഗിച്ചു സാധാരണ സ്റ്റിക്ക് ചെയ്യുന്നത് പോലെ തന്നെ സ്റ്റിക്ക് ചെയ്തെടുത്തു. ഒന്ന് ഡ്രൈ ആവാവുന്ന വരെ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിന് മേലെ എന്താ പറയുക, നമ്മുടെ ടിഷ്യൂ പേപ്പറാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക് വൈറ്റ് ഗ്ലൂ ഉപയോഗിച്ച് കൊടുക്കാം. അത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ടിഷ്യൂ പേപ്പർ ഇതിനകത്തേക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വൃത്തിയായിട്ട് ആ പാറ്റേൺ വരുന്ന രീതിക്ക് വേണം ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കാം കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ള ആ ഫെവിക്കോളും അതേപോലെ തന്നെ വെള്ളവും കൂടെ ഉള്ളത് നല്ലതുപോലെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തെടുക്കുക. നല്ലതുപോലെ ഡ്രൈ ആക്കി എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഡ്രയർ ഉപയോഗിച്ചിട്ടാണ് ഡ്രൈ ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ 1 day ഒക്കെ ലീവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത ദിവസം റെഡിയായി കിട്ടും. ബാക്ക് സൈഡ് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടില്ല. ഇനി നമുക്ക് പെയിൻറ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ടിഷ്യൂവിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വാൾ പുട്ടി ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ഒരു കോട്ട് അടിച്ചെടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് മിക്സ് ചെയ്യാൻ പോകുന്നത്. ലൈറ്റ് ഒരു പിങ്ക് ഷെയ്ഡായിട്ട് കിട്ടുന്ന രീതിക്കാണ് ഞാൻ വൈറ്റും റെഡും മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഞാൻ സ്പോഞ്ച് ഉപയോഗിച്ചിട്ടാണ് പെയിൻറ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ടിഷ്യൂവിനകത്തുള്ള ആ ഡിസൈൻസൊക്കെ നമുക്ക് കുറച്ചായിട്ട് കാണാൻ പറ്റുന്ന രീതിക്കാണ് കേട്ടോ ഞാൻ പെയിൻറ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഉപയോഗിച്ചത്. അത് നിങ്ങൾക്ക് സാധാരണ ബ്രഷ് കൊണ്ട് പെയിൻറ് ചെയ്തെടുത്താലും യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എവിടെയൊക്കെ പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഡാർക്ക് റെഡ് സൈഡ് മാത്രം, ആ ഹാർട്ട് ഷേപ്പിൻ്റെ സൈഡ് മാത്രമായിട്ടൊന്ന് കൊടുക്കാനാണ് പോകുന്നത്. അതിനുശേഷം വൈറ്റ് സെൻറ്റർ ഭാഗത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ഒരു നല്ല ഇഫക്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട്. ആ ബ്രഷിലേക്ക് നമ്മുടെ പെയിൻ്റ് ആക്കി കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞ് വെച്ചാൽ അങ്ങനെ സ്പ്രിങ്കിളായി കിട്ടും. അവിടെ ഡോട്ട്സ് ആയിട്ട് കിട്ടും കേട്ടോ. കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെൽക്കം ബോർഡാണ് ഞാൻ എഴുതാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പെൻസിൽ വെച്ചൊന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ബ്ലാക്ക് അക്രിലിക് കളർ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് കളർ ചെയ്തെടുക്കാനാണ് പോകുന്നത്. നിങ്ങൾക്ക് വെൽക്കം തന്നെ എഴുതണമെന്നില്ല, ഹോം സ്വീറ്റ് ഹോം എന്ന് എഴുതാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. വേർഡിങ്സ് ഇഷ്ടമുള്ളത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പം ഞാൻ ഇവിടെ സിമ്പിളായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ബോ എടുത്തിരിക്കുന്നതാണ്. സാധാരണ നമുക്ക് എന്തോ വാങ്ങിച്ചപ്പോൾ
കിട്ടിയിട്ടുള്ള ഒരു റിബനായിരുന്നു. അതിനെ ബോ ആക്കിയിട്ട് ഞാൻ അതോടെ ഡ്വൽ സൈഡ് ടേപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാനാണ് പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ ഈ 2 രീതിക്കുള്ള ഒരു വെൽക്കം ബോർഡാണ് കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത് അത് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നമ്മുടെ കയ്യിൽ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്ലവേഴ്സ് ഇല്ലാത്തവർക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ കാര്യം. ബോ വെച്ചു. നമ്മുടെ ബാക്കിയുള്ള സൈഡൊക്കെ പ്ലെയിൻ ആയിരിക്കുന്നത് കാരണം ഞാൻ കുറച്ചും കൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ റെഡ് കളർ ചാർട്ട് പേപ്പറിൽ ഹാർട്ടിൻ ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് ബ്ലാക്ക് ഒന്ന് ഔട്ട്ലൈൻ കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുത്തപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ എൻ്റെ കയ്യിൽ കുറച്ച് പിസ്ത ഷെൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊരു ഫ്ലവർ പോലെ ആക്കി എടുത്തതിന് ശേഷം അത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയായിരുന്നു ചെയ്തത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കാണാൻ നല്ല കളർഫുള്ളാണ്, അടിപൊളിയായിട്ടുണ്ട്. ഒരു ടെക്സ്ചർ പെയിൻറ്റിങ് ഒക്കെ ചെയ്ത പോലെ ഉണ്ട്, ടിഷ്യൂവിൻ്റെ മേലെ ചെയ്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് എന്താണെന്ന് കമൻസിലൂടെ പറയാൻ മറക്കരുത്. അതേപോലെ തന്നെ ട്രൈഡ് പിക്സ് സെൻഡ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.